ഏവർക്കും മോർണിംഗ് ടീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മോർണിംഗ് ടീയുടെ 28ാമത്തെ എപ്പിസോഡാണ്. പ്രിയ ഉദ്യോഗാർത്ഥികളോട്, കഴിഞ്ഞ ദിവസം മോർണിംഗ് ടീയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് എങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവ്, ഹൃദയം ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഭാഗത്തിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. ഇതിൽ നിന്നും കേരള PSCയിൽ ഏതെല്ലാം ചോദ്യങ്ങളാണ് മുൻകാലങ്ങളിൽ ചോദിച്ചത്, ഏതെല്ലാം ചോദ്യങ്ങൾ ഇനി എക്സ്പെക്റ്റ് ചെയ്യാം, ആ ടോപ്പിക്കിനെ കംപ്ലീറ്റായി പെർഫെക്റ്റ് ഓക്കെ ആക്കാൻ പോവുകയാണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഏവർക്കും ഹാജാസ് PSCയിലേക്ക്, മോർണിംഗ് ടീയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എന്നാൽ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അടിപൊളി ടോപ്പിക്കാണ്, നമുക്ക് പൊളിക്കാം. ഓക്കെ, റെഡിയാണല്ലോ? കേൾക്കാൻ റെഡിയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു ചോദ്യം ഉൾപ്പെടുത്തണം എന്ന് ചോദ്യകർത്താവിന് തോന്നുന്ന സമയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം. ആ ഭാഗത്തെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വ്യക്തമായി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏതൊരു വലിയ ഗ്രന്ഥത്തിനും പുസ്തകത്തിനും, പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്കെല്ലാം ഒരു ആമുഖമുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കും. ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഒരു ആമുഖമുണ്ട്. ആമുഖത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പ്രിയാമ്പിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി നമ്മുടെ ചാച്ചാജിയാണ്. കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാ? അത് നമുക്കറിയാം, BR അംബേദ്കർ ആണ് ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം വെച്ച് കൊടുക്കണം, അത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പല ഭാഗങ്ങളും ഇന്ത്യ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടവയാണ്. ഉദാഹരണത്തിന് പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയുടെ പൗരത്വം ഏക പൗരത്വമാണ്. ഇന്ത്യയിൽ ഏക പൗരത്വം എന്ന സംവിധാനം മാത്രമേ ഉള്ളൂ. അത് എവിടെന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ പഠിക്കണം, ആമുഖം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു പ്രിയാമ്പിൾ വേണം. ലോകത്തിൽ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യം, ജനസംഖ്യയിൽ 2ാം നിൽക്കുന്ന രാജ്യം, പൈതൃകങ്ങളായ വിവിധ സംസ്കാരങ്ങളുള്ള രാജ്യം, വിവിധ മതസ്ഥർ, വിവിധ ആചാരങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സസൂക്ഷ്മം ആണ് എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും ഇന്ത്യൻ ഭരണഘടനയും തയ്യാറാക്കുമ്പോൾ നിരവധി വസ്തുതകൾ പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച് കടം കൊണ്ടിട്ടുണ്ട്. എന്നാൽ എടുക്കേണ്ടത് എടുത്തിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് സുവ്യക്തമാണ്. ശ്രദ്ധിക്കണം, ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടത്. ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ 1946 ഡിസംബർ 13 നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയ നയം അവതരിപ്പിച്ചു. അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതാണ് ഇതെന്തായി മാറിയത്? ആമുഖമായി പിന്നീട് മാറിയത് എന്ന് ശ്രദ്ധിക്കണേ. ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറി. എന്നാണ് ഇത് അവതരിപ്പിച്ചത്? 1946
ഡിസംബർ 13 1946 ഡിസംബർ 13 ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അത് നിയമനിർമ്മാണ സഭ പാസാക്കിയത് തൊട്ടടുത്ത വർഷം 1947 ആദ്യ മാസം ജനുവരി 22 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയ നയം അവതരിപ്പിക്കുന്നു നിയമനിർമ്മാണ സഭയിൽ. 1947 ജനുവരി 22 പാസാക്കുന്നു. കാര്യം പിടികിട്ടി. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖമായി മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദർശങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഇതെല്ലാം ഈ പ്രിയാമ്പിളിൽ പ്രതിഫലിക്കുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ഒരു പുസ്തകം വായിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആമുഖം വായിച്ചു നോക്കും. ആ ആമുഖത്തിൽ തന്നെ പുസ്തകത്തിൻ്റെ മൂല്യവും പുസ്തകത്തിൻ്റെ കഥാപാത്രങ്ങളും പുസ്തകം എന്തിനെയാണ് ഊന്നൽ നൽകുന്നത് എന്ന് ആമുഖത്തിൽ വ്യക്തമായി നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചാൽ അതിൻ്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളും മൂല്യങ്ങളും ഒക്കെ അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട് എന്ന്. ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും എവിടെ പ്രതിഫലിക്കുന്നുണ്ട്? ആമുഖത്തിൽ. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ താക്കോലെന്ന്, കീ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്, സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്, ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്, പ്രിയാമ്പിളിനെയാണ്. ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ ആമുഖത്തെ. ഈ ആമുഖത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ, ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കേണ്ടത് അങ്ങനെയല്ല. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ എന്നാകണം എന്ന് വാദിച്ച, എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് HV കാമത്ത്. ഇദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞത്. ദൈവത്തിൻ്റെ നാമത്തിൽ വിവിധങ്ങളായ മതസ്ഥരുള്ള, എന്നാൽ മതത്തെ വിശ്വസിക്കാത്ത ഒരു കൂട്ടം ജനങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഇന്ത്യയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് എങ്ങനെയാണ് നമുക്ക് ആരംഭിക്കാൻ കഴിയുക? ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നല്ല ആമുഖം ആരംഭിക്കേണ്ടത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത്. ദൈവനാമത്തിൽ നിന്ന് തുടങ്ങണം, ദൈവനാമത്തിൽ എന്ന് തന്നെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേരാണ് HV കാമത്ത്. പേരൊന്നുകൂടി പറയാം, HV കാമത്ത്. അപ്പോൾ HV കാമത്ത് എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ആമുഖം ആരംഭിക്കണം എന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി, ഇതാണ് നിങ്ങളിവിടെ ഈ ചിത്രത്തിൽ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നതാണ് പ്രിയാമ്പിൾ. ഈ പ്രിയാമ്പിളിൽ പ്രതിപാദിക്കുന്ന, മെൻഷൻ ചെയ്യുന്ന ഒരേ ഒരു തീയതി 1949 നവംബർ 26 എന്നാണ്. ഇവിടെ എവിടെയാണ് അതുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദാ കിടക്കുന്നുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്യക്തമായി ക്ലാസ് കാണുന്നതിന് എപ്പോഴും ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇയർഫോൺ വെച്ച് ക്ലാസ് കേട്ടാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി PSCയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്.
ഈ സ്ലൈഡിനകത്ത് 2 പോയിൻ്റാണുള്ളത്. 2 പോയിൻറ്റും PSC ചോദിച്ച് മടുത്ത ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി, അത് 1949 നവംബർ 26 എന്നാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് പ്രിയാമ്പിൾ നമ്മുടെ കൈ കിട്ടിയിട്ട് അല്ലേ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവർജിൻ അല്ലേ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. എന്താണ് എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അപ്പോൾ പ്രിയാമ്പിൾ കണ്ടിട്ടില്ല എന്ന് പറയരുത്, നമ്മൾ പ്രിയാമ്പിൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് ഇല്ല അല്ലേ, മതേതരമില്ല, ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 വാക്കുകളില്ല. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം. നിർബന്ധമായും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉണ്ടാവണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട ആളാണ് ഇതാ ഇരിക്കുന്നത് BN റാവു. BN റാവു പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഉണ്ടാവണം, നല്ല ഭംഗിയാണ്, ഒരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ, ഒരു കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന് പറഞ്ഞ ആളുടെ പേരാണ് BN റാവു. ഇതും PSC ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന് ആദ്യമായി ആവശ്യം മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേരാണ് BN റാവു. ഭരണഘടനയുടെ ആമുഖം, ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖം വേണമെന്ന് പറഞ്ഞത് ആരാ? BN റാവു. ആമുഖം തയ്യാറാക്കിയത് ആമുഖത്തിൻ്റെ ശില്പി ആരാ? ജവഹർലാൽ നെഹ്റു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ ആമുഖം അവതരിപ്പിച്ചതാരാ? അതും ജവഹർലാൽ നെഹ്റു. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ആമുഖത്തിൽ ഒറ്റ തവണ മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ഒരൊറ്റ തവണ മാത്രം. 1976 PSCയുടെ ചോദ്യമാണ്. 42ാമത്തെ അമെൻമെൻറ്റ്. ഒറ്റ തവണ മാത്രമേ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. 1976 42ാം ഭേദഗതി. 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ്, മതേതരം, ത്വം അഭിവാജ്യത. ഇങ്ങനെ 3 വാക്കുകൾ. ശ്രദ്ധിച്ച് കേൾക്കണം. ആമുഖം വേണം എന്ന് നിർദ്ദേശിച്ചത് BN റാവു ആണ്. എന്നാൽ ആമുഖം ഭരണഘടനയുടെ എസെൻഷ്യൽ കമ്പോണൻ്റ് അല്ല എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുന്ന കേസാണ് ബെറുബാരി കേസ്. 1960 ഈ കേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആമുഖം ഭരണഘടനയുടെ എസെൻഷ്യൽ കമ്പോണൻ്റ് അല്ല എന്ന് സുപ്രീം കോടതി സ്ഥാപിച്ചത് ഏത് കേസിലാണ്? ബെറുബാരി കേസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. വി ദ പീപ്പിൾ എന്ന പുസ്തകം എഴുതിയത് നാനി പൽക്കിവാലയാണ് വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അതിൽ ആർട്ടിക്കിൾ നമ്പർ 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ പറയണം 1973 ആണ് ഈ കേസ്. അതായത് കേശവാനന്ദ ഭാരതി കേസ്. പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച്
അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കപ്പെടുന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. ബെറുവാരി കേസിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? 1960 എന്താ പറഞ്ഞത്? ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവിഭാജ്യ ഘടകമൊന്നും അല്ല. 1973 സുപ്രീം കോടതി തിരുത്തി പറയുന്നു. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് അല്ലെങ്കിൽ ഭാഗമാണ്. ഇതിൽ ആർട്ടിക്കിൾ 368 അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് പറയുന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നതും ഈ ഒരു കേസിലാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ഒരാശയം. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ട്. ഈ ആശയം സുപ്രീം കോടതി കൊണ്ടുവരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. കേശവാനന്ദ ഭാരതി കേസ് വർഷം 1973. കാലാനുസൃതമായി എല്ലാ കാര്യങ്ങളും ലോകത്ത് മാറണം. അംബാസഡർ എന്ന് പറയുന്ന കാറാണ് പണ്ടത്തെ റോയൽ കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാലാനുസൃതമായി അതിന് ആ കമ്പനിക്ക് മാറ്റങ്ങൾ വരാത്തത് കൊണ്ടാവണം അത് കാലഹരണപ്പെട്ടു പോയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. നോക്കിയയും മോട്ടറോളയും ഒക്കെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാത്തതിൻ്റെ കാരണം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും അവിഭാജ്യമാണ്. മാറ്റം അനിവാര്യമാണ്. PSC പരീക്ഷകൾ നേടിയെടുക്കുമ്പോഴും പണ്ടത്തെ PSC പരീക്ഷ നേടിയെടുക്കുന്ന രീതിയിലോ മെത്തഡോളജിയോ അല്ല നമ്മൾ ഇവിടെ പ്രയോഗിക്കേണ്ടത്. കാരണം മത്സരം കാഠിന്യം നിറഞ്ഞത് തന്നെയാണ്. മറ്റുള്ളവർ പോകാത്ത വഴികളിലൂടെ, മറ്റുള്ളവർ തിരഞ്ഞെടുക്കാത്ത രീതികളിലൂടെ, ആ രീതികളിലൂടെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമാണ് ഈ മോർണിംഗ് ടീയും ഈവനിങ് ബുള്ളറ്റിനും. എല്ലാവരും ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും മെയിൻ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ടോപ്പിക്കും പഠിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മോർണിംഗ് ടീയെ മുറുകെ പിടിക്കുക, ബുള്ളറ്റിനെ മുറുകെ പിടിക്കുക, ഈവനിങ് ബുള്ളറ്റിനും. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന MEM എന്ന് പറയുന്ന ക്ലാസ്, കറണ്ട് അഫെയറിൻ്റെ സെഗ്മെൻറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് റാങ്ക് വാങ്ങിത്തരും. എന്നിരുന്നാലും എല്ലാ ദിവസവും എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരു ദിവസം ഇനി മുതൽ ഒരു 5 മുതൽ 7 പേജ് വരെ നിങ്ങൾ ഒരു റാങ്ക് ഫയൽ വായിക്കണം. കണ്ടിന്യൂസായി വായിച്ചില്ലെങ്കിലും വിവിധ ഭാഗങ്ങൾ വായിച്ചാലും മതി. ഒരു ടൈം ടേബിൾ വെച്ച് നമുക്ക് കിട്ടുന്ന സമയം എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തി അത് ഒരു റാങ്ക് ഫയൽ നിർബന്ധമായി വായിക്കണം. കോൺഫിഡൻ്റായി സന്തോഷത്തോടു കൂടി പഠിക്കുക. ഓക്കെ. 2000 ഞാൻ പറഞ്ഞത് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തണം. അത് ഇന്ത്യൻ ഭരണഘടനയായാലും 2000 നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഭരണഘടന പുനഃപരിശോധന കമ്മിറ്റിയുടെ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഭരണഘടനയെ ഒന്ന് പരിശോധിക്കണം. കാലം കുറേ ആയില്ലേ. അതിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം, MN വെങ്കിട ചെല്ലയ്യ. 2000 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച ഭരണഘടന പുനഃപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് MN വെങ്കിട ചെല്ലയ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചു ഏറ്റവും പ്രമുഖരായ ചിലർ. അതായത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നാണ് മുൻഷി പറഞ്ഞത്. ഒരിക്കലും ഈ ഒരു ചോദ്യം നമുക്ക് പരീക്ഷയിൽ മറക്കാൻ കഴിയില്ല. ജാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് മുൻഷി. ജാതകം എന്ന് കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരാൾ നടന്നു വരുന്നു, മുൻഷി, ജാതകം നോക്കുന്ന മുൻഷി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർമ്മിക്കാം. അല്ലെങ്കിൽ അതും വേണ്ട, ജമ്മു, ജാതകം, മുൻഷി, അങ്ങനെ വേണമെങ്കിലും ഓർമ്മിക്കാം. എന്തായാലും ജാതകം എന്ന് കേൾക്കുമ്പോൾ മുൻഷിയുടെ പേരേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. ജാതകവും മുൻഷി, അടിപൊളി. തിരിച്ചറിയൽ കാർഡ്, പൽക്കിവാല. പൽക്കിവാല എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റാണെങ്കിലും നിങ്ങൾ ക്ഷമിച്ചോണം, കമൻ്റ് ഒന്നും ഇടാൻ നിൽക്കണ്ട. പൽക്കിവാല എന്ന് പറഞ്ഞൊരു ജുബ്ബ എന്ന് കൂട്ടിക്കോ. ഹജാ സാറ് പറഞ്ഞു തന്നു, പൽക്കിവാല എന്ന് പറഞ്ഞാൽ ജുബ്ബയ്ക്കകത്താണ് ഐഡൻറ്റിറ്റി കാർഡ് കിടക്കുന്നത്. നമ്മുടെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് കിടക്കും ഇങ്ങനെ? ഇല്ല, നമ്മൾ പോക്കറ്റിൽ ഇട്ടേക്കും. അപ്പോൾ പൽക്കിവാല എന്ന് പറഞ്ഞാൽ ജുബ്ബ എന്ന് വിചാരിച്ചോ. ആ ജുബ്ബയ്ക്കകത്ത് ഐഡൻറ്റിറ്റി കാർഡ് കിടപ്പുണ്ട്, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. ഇവിടെയാണ് ആത്മാവെന്ന് പറയുന്നത്.
ഹൃദയം, ആ ഹൃദയത്തെ ഒന്ന് സോഫ്റ്റാക്കി പറഞ്ഞ് ഹൃദയം, ഹിദായത്തുള്ള. കണ്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്ന് പറഞ്ഞത്. ആത്മാവെന്ന് പറഞ്ഞ ഹൃദയം എന്നാണ്, ഹിദായത്തുള്ള. ഭരണഘടനയുടെ കീ താക്കോല് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ബാർക്കർ, ബേക്കറിയുടെ താക്കോല്. കേട്ടാ, കീ എന്ന് പറഞ്ഞ ബേക്കറിയുടെ താക്കോല്, അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ, ഇത് രണ്ടും പറയുമ്പോൾ ഈ രണ്ട് പോയിന്റുകളും സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സ്ലൈഡിൽ കൊടുക്കാൻ കാരണം, ഇങ്ങനെ പറഞ്ഞാൽ ആത്മാവും താക്കോലും, അങ്ങനെ പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു, ആത്മാവെന്ന് മാത്രമാണെങ്കിൽ ഹിദായത്തുള്ള, താക്കോലെന്ന് മാത്രം പറയുകയാണെങ്കിൽ ബാർക്കർ, ആത്മാവ് താക്കോൽ എന്നാണ് പറയുന്നതെങ്കിൽ ജവഹർലാൽ നെഹ്റു. എന്നാൽ താക്കൂർ ദാസ് പറഞ്ഞത് ഹൃദയവും ആത്മാവും എന്നാണ്. മോസ്റ്റ് കൺഫ്യൂസ്ഡ് ഫാക്ട്സ് ആണ് ഇത് രണ്ടും. നല്ല പോലെ സമയമെടുത്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് പോകണം. ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോലെന്നും പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവും ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർ ദാസുമാണ്. ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർ ദാസുമാണ്. എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ആമുഖത്തിലെ മുഴുവൻ പ്രധാന ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും ഈ ക്ലാസ്സിനകത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ നിർത്തുന്നു. ബൈ ബൈ.